പറ്റോടാ സുമേഷ്? നായേ പറയടാ, പറയടാ നീ നായേ. എല്ലാവർക്കും അമ്പാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റും. നീ ടിക്കറ്റ് എടുക്കാൻ പോയില്ലേ? നിനക്ക് പുത്തിയില്ലെങ്കിൽ നീ നിന്ന് കേക്കടാ നായേ. സുമിത്തേ, എന്റെ അപ്പന് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും അന്തയ്ക്കും തലയ്ക്കും ജനിക്കടാ ലിനു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ. നിന്റെ അമ്മയ്ക്കുള്ളതിനൊക്കെ ഒന്നും കൂടുതലില്ലടാ എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് മതി, എനിക്കിനി പെണ്ണും വേണ്ട കല്യാണവും വേണ്ട ഒന്നും. മോഹനൻ നായർ. എടാ മോഹനൻ, നിന്നെ കണ്ടിട്ട് ഒരു തീട്ടങ്കോരി പോലെ ഉണ്ടല്ലോടാ. ഇവർക്ക് മാനസിക രോഗമായിരിക്കും. അതേടി ഉള്ളത് പറയുമ്പോ മാനസിക രോഗം അല്ലേ? ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് അതൊക്കെ. എടാ നായേ, ഗോപകുമാറേ, എടാ നായേന്ന് വിളിക്കില്ല. എന്താ പറയാ, എനിക്ക് എന്നെ പട്ടി മക്കളുണ്ട് ഇവിടെ. അവരെ ഞാൻ ഒരിക്കലും പട്ടി നായാന്നൊന്നും എന്റെ മക്കളെ ഞാൻ വിളിക്കില്ല. ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസ്. തെണ്ടിച്ചെറ്റ. അത് എന്നെ പറഞ്ഞില്ലേ, അത് നിന്റെ തന്തോട് ചോദിക്കാൻ നല്ലത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചാണ്. നീ എനിക്ക് വെച്ചിട്ട് എഴുതി വെച്ചിട്ടില്ലേ, അത് നിന്റെ പൊന്നാര തന്തോട് പോയി ചോദിക്കും. കൂത്തച്ചി സത്യഭാമയുടെ സമനില തെറ്റി കംപ്ലീറ്റ് പോയില്ലേ ചെയ്തത്. 10 ലക്ഷം രൂപയും വസ്തുവും ആവശ്യപ്പെട്ട് സത്യഭാമയും മകനും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നായിരുന്നു മരുമകളുടെ പരാതി. അതന്നെ, നമ്മളെ മെട്ടിച്ച് ഒരു അഞ്ചാമനവളെ കൊണ്ടുപോകാൻ പാടില്ല നൽകി. ഭർത്തൃവീട്ടിൽ വന്ന ദിവസം മുതൽ സ്ത്രീധനം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി സത്യഭാമയും മദ്യപാനിയായ മകനും ചേർന്ന് ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുവാൻ തുടങ്ങി. യുവതിയുടെ പിതാവിനെ മർദ്ദിക്കുകയാണ് സത്യഭാമ ചെയ്തത്. മകൻ കെട്ടിയ താലി ഇനി വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു പൊട്ടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. തുടർന്ന് ആ മുതലാണ് ഈ കുത്തിച്ചി സത്യഭാമ.